ഇന്ന് രാവിലെ മലയാള മനോരമ ദിനപത്രത്തിന്റെ ഒന്നാം പേജ് കണ്ടപ്പോൾ യുറേക്ക യുറേക്ക എന്ന് തട്ടഹസിച്ചുകൊണ്ട് ഓടണമെന്നാണ് തോന്നിയത്. ആ ഒരു നിമിഷത്തിൽ ഗ്രീക്ക് ഗണിത ശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ നിരവധി കണ്ടുപിടുത്തങ്ങൾക്കുടമയുമായ ആർക്കമിഡീസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ ഓർത്തുപോയി. സിറാക്യൂസിലെ ആർക്കമിഡീസ്. പ്രസിദ്ധമായ ആർക്കമിഡീസ് തത്വം എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് കരുതുകയാണ്. ദ്രാവകത്തിലെ ഒരു വസ്തുവിന്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും ഒന്നായിരിക്കും എന്നതാണ് ഈ ആർക്കമിഡീസിന്റെ തത്വത്തിൽ പറയുന്നത്. ഒരു കുളിത്തൊട്ടിയിൽ കുളിക്കാൻ കിടക്കുമ്പോഴാണ് ആർക്കമിഡീസിന് ഈ ബോധം ഉണ്ടായത് എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹം കുളിക്കുമ്പോൾ അല്ലെങ്കിൽ കുളിത്തൊട്ടിയിൽ ഇറങ്ങുമ്പോൾ കുറെ വെള്ളം കവിഞ്ഞൊഴുകി. അതുമായി ബന്ധപ്പെടുത്തി ആലോചിച്ചപ്പോഴാണ് ഈ ആർക്കമിഡീസ് തത്വത്തിന്റെ പൊരുൾ അദ്ദേഹത്തിന് മനസ്സിലായത്. ആ സമയം, ആ ഒരു നിമിഷത്തിൽ യുറേക്ക യുറേക്ക എന്ന് ആർത്തി വിളിച്ചുകൊണ്ട് അദ്ദേഹം അതുപോലെ സന്തോഷത്തിലായിരുന്നു, ആഹ്ലാദത്തിന്റെ പാരമ്യത്തിലായിരുന്നു. അപ്പോഴാണ് യുറേക്ക എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം നഗ്നനാണെന്ന് പോലും ഓർക്കാതെ തെരുവീതികളിലൂടെ ഓടി എന്നാണ് കഥ പറയുന്നത്. അദ്ദേഹം കാത്തിരുന്ന ഒരു കണ്ടുപിടുത്തമായിരുന്നു അത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയധികം സന്തോഷം തോന്നിയത്. യുറേക്ക എന്ന് പറഞ്ഞാൽ ഞാനത് കണ്ടുപിടിച്ചു എന്നാണ് അർത്ഥം. അതെ, ഞാനത് കണ്ടുപിടിച്ചു എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു ഓട്ടമാണ് അന്ന് ആർക്കമിഡീസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ നടത്തിയത്. ഈ ആർക്കമിഡീസ് സിറാക്യൂസുകാരനാണെന്ന് പറഞ്ഞല്ലോ. അവിടുത്തെ രാജാവ്, ഹീറോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു സ്വർണ്ണ കിരീടം നിർമ്മിക്കുന്നതിന് കുറെ ഒറിജിനൽ സ്വർണം കൊട്ടാരത്തിലെ സ്വർണ്ണപ്പണിക്കാരനെ ഏൽപ്പിച്ചു. അദ്ദേഹം അത് പണിതുകൊണ്ട് വന്നു. കണ്ടപ്പോൾ വളരെ മനോഹരമായിരുന്നു, ഗംഭീരമായിരുന്നു. പക്ഷെ രാജാവിനൊരു ചിന്ന സംശയം, ഇതിനകത്ത് മറ്റവൻ അല്പം മായം ചേർത്തിട്ടുണ്ടോ, ചെമ്പ് കയറ്റിയിട്ടുണ്ടോ എന്നൊരു സംശയം. അതൊന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് രാജാവ് ആർക്കമിഡീസിനെ വിളിച്ചു വരുത്തി. പക്ഷെ ഒരു കണ്ടീഷൻ, കിരീടത്തിൽ യാതൊരു മാറ്റങ്ങളും വരുത്താൻ പാടില്ല. അത് ഉരുക്കി നോക്കിയാൽ അതിനകത്ത് മായം ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അത് രാജാവിന് സമ്മതമല്ല. അതുകൊണ്ട് മറ്റേതെങ്കിലും ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ ഈ സംശയത്തിന് ഒരു അറുതി വരുത്തി കിട്ടണമെന്ന് രാജാവ് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ ചിന്തയുമായിട്ട് ആർക്കമിഡീസ് നടക്കുമ്പോഴാണ് മൂപ്പര് കുളിക്കാൻ കയറിയതും കുളിത്തൊട്ടിയിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴുകിയതും ഈ ആർക്കമിഡീസ് തത്വം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വന്നതും. ആ തത്വം ഉപയോഗിച്ച് അദ്ദേഹം ഈ കിരീടത്തിൽ മറ്റേ സ്വർണ്ണപ്പണിക്കാരൻ അല്പം മായം ചേർത്തിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. അതാണ് ചരിത്രം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തെ നമ്മൾ ഇരട്ടച്ചങ്കൻ എന്ന് വിളിക്കും, കാരണഭൂതൻ എന്ന് പറയും, ക്യാപ്റ്റൻ എന്നൊക്കെ വിശേഷിപ്പിക്കും. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞൻ കൂടിയാണെന്ന് ഈ ദിവസങ്ങളിലാണ് വ്യക്തമായത്. ആർക്കമിഡീസിന് തുല്യമായ ഒരു സത്യം, ഒരു പരമമായ സത്യം അദ്ദേഹം കണ്ടുപിടിച്ചു എന്ന വാർത്തയാണ് ഇന്ന് മലയാള മനോരമയുടെ ഒന്നാം പേജിൽ ഉള്ളത്. നമ്മുടെ പിണറായി വിജയൻ ഔദ്യോഗിക വസതിയിലെ കുളിത്തൊട്ടിയിൽ കിടക്കുമ്പോഴാണോ, അതോ ഇനി ക്ലിഫ് ഹൗസിലെ തൊഴുത്തിൽ പശുക്കൾക്ക് പുല്ല് കൊടുക്കുമ്പോഴാണോ ഈ ശാസ്ത്ര ദർശനം ഉണ്ടായതെന്ന് നമുക്കാർക്കും അറിയില്ല. അദ്ദേഹത്തിന്റെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റുകാര് അതൊട്ട് വെളിപ്പെടുത്തിയിട്ടുമില്ല. എന്തായാലും പരമമായ ഒരു സത്യം കണ്ടുപിടിച്ചു എന്നതിനപ്പുറത്ത് മറ്റാരും അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തന്നെ തോന്നുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ കോലം കെട്ടുപോയത് എന്ന സംശയം നമ്മുടെ നാട്ടുകാർക്ക് പണ്ടേ ഉള്ളതാണ്. അതിനൊരു ഉത്തരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയുമായിരുന്നു. ഇതുപോലൊരു പരാജയപ്പെട്ട സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് CPM-കാർ പോലും സമ്മതിക്കും. കൊല്ലത്ത് നടന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനും എതിരായിട്ട് വിമർശനങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതൽ വിജയിച്ചുവെങ്കിലും അതുവരെയുള്ള സമ്മേളനങ്ങളിൽ, ലോക്കൽ മുതൽ ജില്ലാതലം വരെയുള്ള സമ്മേളനങ്ങളിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പാർട്ടിയുടെ പ്രതിനിധികൾ തന്നെ ഉന്നയിച്ചതാണ്. അവർക്ക് നന്നായിട്ടറിയാം ഇതൊരു വൻ പരാജയമാണ് എന്നുള്ളത്. CPM-നോട് അതിവിധേയത്വമില്ലാത്ത മറ്റ് ഘടകകക്ഷികൾക്കും ഏതാണ്ട് ഇതേ അഭിപ്രായം തന്നെയാണ് ഉള്ളത്. എന്തിന്, നമ്മുടെ വയനാട് ഒരു വലിയ ദുരന്തമുണ്ടായി. അതിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പോലും അല്ലെങ്കിൽ പുനരധിവാസ പദ്ധതികൾ പോലും ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. നാട്ടുകാർക്കുതകുന്ന എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം വിത്തെടുത്ത് കുത്തി സർക്കാർ ധൂർത്തടിക്കുകയാണ്. അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി ഈ പണമെടുത്ത് ധൂർത്തടിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുദ്രാവാക്യ ഭാഷയിൽ ഇതിന് ഇതുപോലൊരു നാറിയ ഭരണം എന്നാണ് സാധാരണഗതിയിൽ പറയുക.
പക്ഷെ നമ്മൾ അത്തരം വാക്കുകളൊന്നും ഇവിടെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും എന്തുകൊണ്ടാണ് ഈ സർക്കാർ ഇത്തരത്തിലൊരു വമ്പൻ പരാജയമായി പോയത് എന്ന കാര്യത്തിലുള്ള സംശയം നമ്മുടെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. ഈ സർക്കാർ ഒരു പരാജയമാണെന്ന് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഭരണകൂടത്തിനും എല്ലാം അറിയാം, പാർട്ടിക്കറിയാം, ഘടകകക്ഷികൾക്കറിയാം. അതിന്റെ കാരണം എന്താണെന്നും അറിയാം, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നും അറിയാം. പക്ഷെ ഇതിന്റെ കാരണഭൂതന്മാരായ ആളുകൾക്കെതിരെ ഒരു വാക്ക് ഉച്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ധൈര്യം ഇടതുമുന്നണിയിലുമില്ല, സർക്കാരിലുമില്ല, മന്ത്രിസഭയിലുമില്ല, അല്ലെങ്കിൽ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയിലുമില്ല. അതാണ് ഇന്നത്തെ നിലവിലെ സാഹചര്യം. അതുകൊണ്ടാണ് ഈ ചോദ്യം നമ്മുടെ മുമ്പിൽ അങ്ങനെ നിന്നത്. നമ്മൾക്ക് ഇതിന്റെ കാരണം അറിയാമെങ്കിലും സർക്കാർ ഇതിനെപ്പറ്റി എന്ത് പറയുന്നു എന്നറിയാനാണ് നമ്മൾ ഇതുവരെ കാത്തിരുന്നത്. നമ്മുടെ പിണറായി വിജയനെ ബാധിച്ചിരുന്ന പ്രശ്നം അതൊന്നുമല്ല. എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ കെട്ടുപോയതെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിനാണല്ലോ ഏറ്റവും നന്നായിട്ട് ഇതേക്കുറിച്ച് ബോധ്യമുള്ളത്. പക്ഷെ നാട്ടുകാരോട് പറയാനൊരു കാരണം വേണമല്ലോ. നാട്ടുകാരെ ഒന്ന് ബോധ്യപ്പെടുത്തണ്ടേ എന്തുകൊണ്ടാണ് തന്റെ സർക്കാർ ഇങ്ങനെ പരാജയപ്പെട്ടു പോയത് എന്ന്. അതിന്റെ അന്വേഷണത്തിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ. അതിപ്പോ കണ്ടുപിടിച്ചിരിക്കുകയാണ്. യുറേക്ക യുറേക്ക, ഞാനത് കണ്ടുപിടിച്ചിരിക്കുന്നു. ലവന്മാരാണ് ഇതിന് കാരണം. ആര്? നമ്മുടെ IAS അവർ സഹകരിക്കുന്നില്ല. അവരുടെ മെല്ലപ്പോക്ക് നയം, മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ സാന്നിധ്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പോലും നടപ്പാക്കാൻ IAS തയ്യാറാവുന്നില്ല. അവര് അങ്ങേയറ്റം അലസത കാണിക്കുകയാണ്. ഇതാണ് ഇതിന്റെ കാരണം. നമ്മുടെ സർക്കാർ എവിടെയെങ്കിലും അല്പം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ലവന്മാരാ, IAS. അവർക്ക് പണ്ടേ അല്പം വാലുണ്ട്, അത് നമുക്കറിയാം. പക്ഷെ ഇത്തരത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത് അദ്ദേഹം നൽകിയ നിർദ്ദേശങ്ങൾ ആ യോഗത്തിൽ ഇതുടനെ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതുപോലും ഈ IAS നടപ്പാക്കാൻ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഈ കണ്ടുപിടുത്തം നടത്തിയിട്ട് മുഖ്യമന്ത്രി വെറുതെ ഇരുന്നില്ല. അദ്ദേഹം ഫയലിൽ ഇത് വളരെ വ്യക്തമായിട്ട് ആർക്കും മനസ്സിലാകുന്ന മലയാള ഭാഷയിൽ ഇത് എഴുതി. IAS ശരിയല്ല, അവരാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അങ്ങനെ എഴുതി ചേർത്തതിന് ഒരു കുട്ടൻസ് ഉണ്ട് കേട്ടോ. ഇതിന്റെ പേറ്റന്റ് മറ്റാരും തട്ടിക്കൊണ്ടു പോരുതല്ലോ. ഈ കണ്ടുപിടുത്തത്തിന്റെ IAS ആണ്, അതിന്റെ IAS ഈ കുഴപ്പങ്ങൾക്കെല്ലാം ഉത്തരവാദി എന്ന കണ്ടുപിടുത്തത്തിന്റെ പേറ്റന്റ്, അതിന്റെ അവകാശം, അതിന്റെ ബൗദ്ധികാവകാശം, അതൊന്നും ആരും തട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഫയലിൽ അത് വളരെ വ്യക്തമായിട്ട് കുറിക്കുകയും ചെയ്തു. അതും പോരാഞ്ഞിട്ട് ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തി. ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞു, ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഞാനത് കണ്ടുപിടിച്ചിരിക്കുന്നു, IAS കുഴപ്പക്കാരാണ്. അപ്പൊ ചീഫ് സെക്രട്ടറിക്ക് വെറുതെ ഇരിക്കാൻ പറ്റൂ? അവർ വകുപ്പ് സെക്രട്ടറിമാരെ വിളിച്ചു. മുഖ്യമന്ത്രിയുടെ അഭിപ്രായം ഫയലിൽ എഴുതിയതും വാക്കാൽ പറഞ്ഞതും അവരെ ധരിപ്പിച്ചു. ഇനി എത്രയും പെട്ടെന്ന് എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കുക, അതിനുള്ള നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് ചീഫ് സെക്രട്ടറി മറ്റു സെക്രട്ടറിമാർക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും വിഷമുണ്ടാക്കിയ ഒരു കാര്യം അദ്ദേഹത്തിന്റെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹമന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പോലും നടപ്പാകുന്നില്ല, അതുപോലും കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. അതാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അല്ലെങ്കിൽ പ്രകോപിപ്പിച്ചത്. അദ്ദേഹത്തിന് എന്ത് വികാരമാണ് ഉണ്ടായതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. എന്നാൽ അതായിരുന്നു ഒരു പ്രധാന കാരണം. പക്ഷെ സാറേ, പിണറായി സഖാവേ, നിങ്ങൾ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ മന്ത്രിമാരുടെയോ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം ഒരു കാര്യവും നടക്കില്ല. തീരുമാനങ്ങൾ എടുക്കാം, അത് ഫയലിൽ കുറിക്കാം, ഉത്തരവായിട്ട് നൽകാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പില്ലല്ലോ, നടക്കുകയില്ലല്ലോ. അതിന് തൊട്ട് വേണം, ചെമ്പ് ദമ്പിടി, അതുണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ഈ പദ്ധതികൾക്കൊക്കെ ധനകാര്യ വകുപ്പ് അനുമതി നൽകണം. അല്ലാതെ ഏതെങ്കിലും ഒരു വകുപ്പ് സെക്രട്ടറിക്ക് താഴോട്ട് ഉത്തരവിറക്കി അങ്ങ് വിട്ടാ പോരാ. നടപ്പാക്കാൻ ചക്രം വേണം, കാശ്. അതുണ്ടോ നമ്മുടെ ഖജനാവിൽ? അതുണ്ടോ? ഇനി കടം വാങ്ങിക്കാൻ എന്തെങ്കിലും പാകുണ്ടോ? ഖജനാവിൽ കാശില്ലാതെ എങ്ങനെയാണ് പദ്ധതികൾ നടപ്പാക്കുക? അത് പ്രായോഗികമല്ലല്ലോ. പിന്നെ ഈ IAS എന്ന് പറയുന്നത് അവർ കേന്ദ്ര സർവീസിൽ പെട്ടവരാ. അവർക്ക് ചില പ്രൊട്ടക്ഷൻസ് ഉണ്ട്, ചില പരിമിതികളും ഉണ്ട്. അവരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ചില ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് അവർ പോയില്ല. പോയാൽ അവർക്ക് 8ന്റെ പണി കിട്ടും. അതവർക്ക് നന്നായിട്ട് അറിയാം. അക്കൗണ്ടന്റ് ജനറൽ ഉണ്ട്, അതിനു മുകളിൽ CAG കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഉണ്ട്. എന്തെങ്കിലും നയാ പൈസയുടെ വ്യത്യാസം കണ്ടുപോയാൽ വന്നുപോയാൽ അവർ പിടിക്കും. ഒടുവിൽ പെൻഷൻ കിട്ടാതെ വിരമിക്കേണ്ടി വരും. ആ സ്ഥിതി അവർക്കറിയാം. അതുകൊണ്ട് ഇനി ഇരട്ടച്ചങ്ങനല്ല, 4 ചങ്കുള്ള മുഖ്യമന്ത്രിയാണേലും പിണറായി വിജയനല്ല കാറൽ മാർക്സ് മുഖ്യമന്ത്രിയായിട്ട് വന്നാൽ പോലും അവർ ഈ ചട്ടങ്ങൾക്ക് അപ്പുറത്തേക്കൊന്നും ചെയ്യില്ല. അവരവരുടെ തടി നോക്കും, അത് സംരക്ഷിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്. അതിനെന്തെങ്കിലും ഒരു പ്രശ്നമോ തകരാറോ ഉണ്ടായാൽ നോക്കാനോ അല്ലെങ്കിൽ സഹായിക്കാനോ പിണറായി വിജയനും കാണത്തില്ല, ബിനോയ് വിശ്വവും കാണത്തില്ല, വേറെ ആരും കാണത്തില്ല. അതാണ് അവസ്ഥ. അതുകൊണ്ട് അവർ നോക്കിക്കണ്ടുമേ ചെയ്യത്തുള്ളൂ. ഇനി
ഈ IAS പിടിച്ച് മൂക്കിലിടാമെന്ന് വിചാരിച്ചാലോ? അതുകൊണ്ടും വലിയ പ്രയോജനമില്ല. ഉടനെ CAT ഉണ്ട്, അവരങ്ങോട്ട് പോവും, CAT ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊള്ളും. അതുകൊണ്ട് സകല പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഖജനാവിൽ 4 ചക്രമില്ല എന്നുള്ളതാണ്. ആദ്യം ഖജനാവിൽ പണം ഉറപ്പുവരുത്തട്ടെ, എന്നിട്ട് പദ്ധതികൾ നടപ്പാക്കാൻ പറയൂ. നമ്മുടെ IAS എല്ലാം മിട്ടുമിടുക്കന്മാരാ. ഇന്ന് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കേഡറിലെ IAS ഒരു ചെറിയ ശതമാനം, 2-3% പേര് മാത്രമായിരിക്കും ഒരുപക്ഷെ അവരുടെ ഔദ്യോഗിക കാര്യങ്ങളുടെ അല്പം അലസത കാണിക്കുക. ബാക്കിയുള്ളവരൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നല്ല ബോധമുള്ളവരാണ്. അവര് ഫയലില് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വെച്ചാൽ മെല്ലെപ്പോക്കൊന്നും ഉണ്ടാവില്ല. അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തുന്ന ആളുകളാണ്. പക്ഷെ നടത്താൻ എന്താ വേണ്ടത്? പണം, സാമ്പത്തിക ഭദ്രത. അതുണ്ടോ നമ്മുടെ കേരളത്തിൽ? ഈ അവസ്ഥയിൽ IAS എന്ത് ചെയ്യാൻ പറ്റും? ഭരിച്ച് എല്ലാം കുഴഞ്ഞ് കോഞ്ഞാട്ടിയായി. ഇനിയിപ്പോ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് വരിക, അതങ്ങ് അടുത്തു. അത് കഴിഞ്ഞ് 1 വർഷവും 2-3 മാസവും കൂടെ കഴിഞ്ഞാൽ നിയമസഭയിലേക്കുള്ള ബലപരീക്ഷണത്തിന് സമയമായി. അപ്പോ ഈ സർക്കാരിന്റെ പരാജയത്തിന് ആളുകളെ ബോധ്യപ്പെടുത്താൻ ഒരു കാരണം വേണമല്ലോ. അത് അന്വേഷിച്ചിറങ്ങിയതായിരുന്നു മുഖ്യൻ. അപ്പോഴാണ് ആർക്കമിഡീസിനെ പോലെ ഒരു ബോധോദയം ഉണ്ടായത്. ഇതിന്റെ എല്ലാം പാപഭാരം കേരളത്തിലെ IAS തലയിലേക്ക് വെച്ചു കൊടുത്താലോ എന്നുള്ളത്. അതിനുവേണ്ടി നടത്തിയ കളിയായിരുന്നു ഇത്, അതിനുവേണ്ടി നടത്തിയ കണ്ടുപിടുത്തമായത്. അതിനാണ് ഫയലിന്റെ മുകളിൽ ഇങ്ങനെ കുറിച്ചത്, IAS മെല്ലെ പോക്ക്, മുഖ്യമന്ത്രിയും മന്ത്രിയും പറയുന്ന നിർദ്ദേശങ്ങൾ പോലും നടപ്പാക്കുന്നില്ല എന്ന്. ഇപ്പോൾ മുഖ്യമന്ത്രി ഗാലറികൾക്ക് വേണ്ടി കളിക്കുക, നാട്ടുകാരെ പറഞ്ഞു പറ്റിക്കാൻ. ഭരണപരാജയത്തിന്റെ കാരണം ഞങ്ങളല്ല, ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ലവന്മാർ IAS അവർ സമ്മതിക്കുന്നില്ല. അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതിനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ IAS ആണെങ്കിലോ അതാകെ കൊലപ്പെട്ട് കിടക്കുക. ഇപ്പൊ എന്താ IAS നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു IAS ഉദ്യോഗസ്ഥന് ചീഫ് സെക്രട്ടറി ഒരു നോട്ടീസ് നൽകുന്നു. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ എന്താ ചെയ്യേണ്ടത്? അതിനൊരു മറുപടി കൊടുക്കണം. മറുപടി തൃപ്തികരമാണെങ്കിൽ സസ്പെൻഷനിൽ നിൽക്കുന്ന ആ ഉദ്യോഗസ്ഥന് തിരികെ വരാം. പക്ഷെ ആ ഉദ്യോഗസ്ഥൻ എന്താ ചെയ്യുന്നത്? ചീഫ് സെക്രട്ടറിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുക. എങ്ങനെയുണ്ട് സർവീസിന്റെ ഒരു അവസ്ഥ? ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറി, അദ്ദേഹം മടപ്പള്ളിയിലെ ചിത്തരോഗിയാണെന്ന് മറ്റൊരു IAS ഉദ്യോഗസ്ഥൻ ഫേസ്ബുക്കിൽ എഴുതുക. എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടത്രേ IAS ഈ അഡീഷണൽ ചീഫ് സെക്രട്ടറി ചിത്തരോഗിയാണ് അല്ലെങ്കിൽ മാനസിക രോഗിയാണെന്ന് പറയാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന്. മറ്റൊരാള് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. മറ്റൊരു IAS ഉദ്യോഗസ്ഥൻ മിടുക്കനാണെന്നാണ് എല്ലാവരും പറയുന്നത്. അദ്ദേഹത്തെ പേരല്ലാതെ ഒരു പദവിയുമില്ലാത്ത ഒരു ഉദ്യോഗത്തിലേക്ക് സ്ഥലം മാറ്റുന്നു. സെക്രട്ടേറിയറ്റിന്റെ പുറത്തേക്ക് അദ്ദേഹത്തെ തള്ളാനുള്ള ശ്രമമാണ്. അദ്ദേഹം സർക്കാരിനെതിരായിട്ട് കേസ് കൊടുക്കുന്നു. അതാണ് IASന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ മുഖ്യം നോക്കിയപ്പോ ഇതൊക്കെ കൂടെ അവരുടെ തലയിലേക്ക് ചാർത്തി കൊടുത്താല് അവരൊരു പ്രമേയം പാസ്സാക്കും എന്നതിനപ്പുറത്ത് ഒന്നും ചെയ്യില്ല എന്നറിയാം. അവരിപ്പം അല്പം ദുർബലരാണ്. പണ്ടേ ദുർബല, ഇപ്പൊ ഗർഭിണി എന്ന് പറഞ്ഞ മട്ടിൽ നിൽക്കുകയാണ്. അപ്പൊ ഈ അവസരം അങ്ങ് ഉപയോഗിച്ച് കളയാം, ഈ തന്ത്രം അങ്ങ് പ്രയോഗിക്കാം, അങ്ങനെ സർക്കാരിനെ രക്ഷിക്കാം. തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് മുഴുവൻ ഉത്തരവാദിത്വവും അതൊക്കെ ഏറ്റെടുക്കാൻ പേറുന്നതിന് ഏതെങ്കിലും ഒരു ബലിയാട് വേണമല്ലോ. ആ ബലിയാടായിട്ട് ഇപ്പോ മുഖ്യമന്ത്രി കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ IAS ക്ലിഫ് ഹൗസിലെ ആർക്കമിഡീസേ ബുദ്ധി കൊള്ളാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, കേരളത്തിലെ ജനങ്ങള് നിങ്ങളെക്കാളൊക്കെ ബുദ്ധിയുള്ളവരാ. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇവം IAS തലയിലേക്ക് എല്ലാം കെട്ടിവെച്ചതിന്റെ പിന്നിലെ കഥ, ചരിത്രം, അല്ലെങ്കിൽ അതിന്റെ കാരണം, അതിലെ രാഷ്ട്രീയം, അതൊക്കെ അവർക്ക് വളരെ നന്നായിട്ട് മനസ്സിലാവും. പഴയ കാര്യമൊന്നുമല്ല ഇത്. ഇത് മനസ്സിലാക്കുന്നതിന് ആർക്കമിഡീസിനെ പോലെ കുളിത്തൊട്ടിയിൽ കിടക്കേണ്ട ആവശ്യമൊന്നും കേരളത്തിലെ ജനങ്ങൾക്കില്ല. യാഥാർത്ഥ്യം, പച്ചയായ യാഥാർത്ഥ്യങ്ങൾ അവരുടെ മുമ്പിൽ ഉണ്ട്. അവരിത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്.